നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇൻഫർമേഷൻ ആൻഡ് പ്രസ് വിഭാഗത്തിന്റെ ഡയറക്ടറായി പ്രവർത്തനമനുഷ്ഠിക്കുന്ന മറിയ സാക്കറോവ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇരന്ന് വാങ്ങിച്ച തകർച്ചയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എന്ന്. അതായത് ഇറാനെ പരമാവധി അവരുടെ ക്ഷമയെ പരീക്ഷിച്ച് അവരിൽ നിന്നും അടി ഏറ്റുവാങ്ങിയതിനു ശേഷം നിൽക്കക്കള്ളിയില്ലാതെയാണ് US ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അത് ലോക യുദ്ധത്തിലേക്ക് പോകുമെന്ന സൂചനയാണ് റഷ്യ ഈ നിമിഷം നൽകുന്നത്. നോക്കൂ, ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കും മറ്റും റഷ്യ കൊടുത്തിരിക്കുന്ന സുരക്ഷ എത്രത്തോളം ശക്തമാണ്. റഷ്യ എത്രത്തോളം കരുതലോടെയാണ് ഇറാനെ ഈ യുദ്ധ സാഹചര്യത്തിൽ ഒപ്പം ചേർത്ത് നിർത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇറാൻ ആ കാര്യത്തിൽ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഇറാൻ്റെ സംരക്ഷണം പരിപൂർണമായി അത് റഷ്യ തന്നെ ഏറ്റെടുക്കുമെന്ന് തുടക്കം മുതലേ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് GCC രാജ്യങ്ങളെ പോലും റഷ്യ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. GCC രാജ്യങ്ങൾ റഷ്യയുടെ നിലപാടിനെ മതിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയ നിമിഷം അമേരിക്കയുടെ സമനില തെറ്റുന്ന അവസ്ഥയായിരുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ സമനില തെറ്റലില്ല. സോവിയറ്റ് യൂണിയനെ തകർത്ത് ഛിന്ന ഭിന്നമാക്കിയതിനു ശേഷം റഷ്യ എന്ന രാജ്യത്തെ അമേരിക്ക തെല്ലും ഭയക്കുന്നില്ല എന്ന് ഗീർവാണമടിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്ക ഭയന്നത് റഷ്യയുടെ ഇടപെടൽ തന്നെയാണ്. റഷ്യയുടെ ഇടപെടൽ എത്രത്തോളം ഭയാനകമാകും എന്ന തിരിച്ചറിവ് ഒരു പരിധിവരെ അമേരിക്കയുടെ ഈ പിന്മാറ്റത്തിന് കാരണമായതായി എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധവിജയം ഇറാന്റെ മാത്രം യുദ്ധവിജയമായി കണക്കാക്കാൻ കഴിയില്ല. ഈ വിജയം ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യയുടെ കൂടി വിജയം എന്ന് പറയാം. സുരക്ഷാ സമിതിയിലും മറ്റും ഇറാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നീക്കം അമേരിക്ക നടത്തിയാൽ അവിടെ ഇറാന് കാവലാളായി റഷ്യൻ ഫെഡറേഷൻ ഉണ്ട് എന്നുള്ളത് കൃത്യമായി വിദേശകാര്യ വക്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിനും മൊജ്തബ ഖമീനിയും ഉടൻ തന്നെ കൂടിക്കാഴ്ചയിലേക്ക് പോകും. അവർ ഉഭയകക്ഷി ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നടപടികൾ ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചു എന്നതല്ല, ഞങ്ങൾക്കെതിരെ ഇപ്പോഴും അണിയറയിൽ നീക്കങ്ങൾ നടത്തുകയാണ് എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ചുള്ള ഡേറ്റാബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ്റെ പുറത്ത് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ എന്നതാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൃത്യമായ പാഠം പഠിപ്പിച്ചേ മതിയാവൂ എന്നത് വീണ്ടും ഇറാൻ ആവർത്തിക്കുകയാണ്. റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ ശക്തമായിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ അത് നന്നായി അറിയാവുന്ന പെൻറ്റഗണിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വഴികളില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.